നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിലെ പ്രതിയായിട്ടുള്ള അഫാന്റെ പിതാവ് റഹീം നാട്ടിലെത്തിയത്. അദ്ദേഹം എയർപോർട്ട് മുതൽ അദ്ദേഹത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഏറ്റവും അടുത്ത ആളുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോഴും ഈ കൊലപാതകം നടന്നിട്ടുള്ള വീട്ടിലേക്ക് അദ്ദേഹം ഇതുവരെയായിട്ടും പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബന്ധുവീട്ടിലേക്കാണ് പോയത്. അവിടെ എത്തിയപ്പോൾ അതുവരെ കടിച്ചു പിടിച്ചിരുന്ന തൻ്റെ ദുഃഖങ്ങളെല്ലാം തന്നെ അവരുടെ മുൻപിൽ അദ്ദേഹം വാവിട്ട് കരയുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു കാര്യങ്ങളെത്തിയത്. അതിനുശേഷം അവരെ ഖബറടക്കിയ പള്ളിയിലെത്തുകയും അവിടെ പ്രാർത്ഥന നടത്തുകയും പിന്നീട് അദ്ദേഹം ഭാര്യയൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹം പതുക്കെ ഈ ഒരു മാനസിക നില തരണം ചെയ്യട്ടെ എന്ന് തന്നെ നമുക്കും ആഗ്രഹിക്കാം. ഏതായാലും അദ്ദേഹത്തിൻ്റെ അടക്കം മൊഴി കൃത്യമായി രേഖപ്പെടുത്തേണ്ടത് പോലീസിനുണ്ട്. എങ്കിൽ മാത്രമാണ് അഫാൻ പറഞ്ഞിട്ടുള്ള മൊഴികളിൽ കുടുംബത്തിനുള്ള കടബാധ്യത മൂലമാണ് താൻ ഇത്രത്തോളം കൊലപാതകങ്ങൾ ചെയ്തത് എന്നാണ്. അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്ക് പോലീസിന് എത്തണമെങ്കിൽ പിതാവായിട്ടുള്ള റഹീമിനെ ചോദ്യം ചെയ്തേ മതിയാകൂ. അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാലും ഒരു ആത്മഹത്യ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിൽ നയിക്കേണ്ട തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നോ തൻ്റെ കുടുംബത്തിൽ എന്നുള്ളതിനെല്ലാം ഉത്തരം നൽകേണ്ടത് റഹീമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കൂടി പരിഗണിച്ച് അതിനുശേഷം മാത്രമായിരിക്കും വിശദമായിട്ടുള്ള മൊഴിയും കാര്യങ്ങളെല്ലാം തന്നെ എടുക്കുക. ഇങ്ങനെയുള്ള നമുക്കറിയാം ചില പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ആ സമയത്ത് നമ്മളെ സഹായിക്കാനായിട്ട് എത്തുന്നവർ നമുക്ക് ദൈവ തുല്യനായിരിക്കും. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന് സൗദിയിൽ നിന്ന് വരാൻ സാധിക്കാതെ അവിടെ കുടുങ്ങിയപ്പോൾ പ്രവാസി മലയാളി സമൂഹം ഒന്നിച്ച് നിന്നു. അങ്ങനെയാണ് പല രീതിയിലുള്ള സങ്കടക്കടൽ താണ്ടി അബ്ദുൾ റഹീമിനെ ഉറ്റവരുടെ അരികിലെത്താനായത്. 7 വർഷമായിട്ട് അദ്ദേഹം ഗൾഫിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതിനിടയിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നാട്ടിലേക്ക് ഇപ്പോൾ എത്തിയപ്പോൾ ഇത്തരത്തിലുള്ളൊരു ദുരന്തത്തിലേക്കാണ് അവിടേക്ക് അദ്ദേഹത്തിന് എത്തേണ്ട ഒരു അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ്. ഏതായാലും ഒരുപാട് സുമനസ്സുകൾ നടത്തിയ ഇടപെടൽ വഴിയാണ് അദ്ദേഹത്തിന് യാത്രയ്ക്കുള്ള വഴിയൊരുക്കിയത്. മടക്കയാത്രയ്ക്കുള്ള നിയമപരമായുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതോടെയാണ് ഇന്ത്യയിലേക്ക് റഹീമിനെ വരാനായിട്ട് സാധിച്ചത്. സാമൂഹിക പ്രവർത്തകനും ലോക കേരള സഭാംഗവുമായ നാസ് വക്കമാണ് അതിന് എല്ലാം നേതൃത്വം നൽകിയത്. വ്യാഴാഴ്ച അർദ്ധരാത്രി 12:15 ദമാമിൽ നിന്ന് എയർ ഇന്ത്യ വിമാനത്തിൽ നാട്ടിലേക്ക് തിരിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ 7:30 അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത്. കൂട്ടക്കൊലയുടെ വിവരം അറിഞ്ഞിട്ടും നാട്ടിൽ മടങ്ങാനാവാതെ തളർന്നു പോയ അബ്ദുൾ റഹീമിനെ നാസ്വക്കം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി നിയമ തടസ്സങ്ങളെ പറ്റി അന്വേഷിച്ചു. നമുക്കറിയാം സൗദി പോലുള്ള രാജ്യത്ത് നിയമങ്ങൾ വളരെ കർശനമാണ്. അവിടെ ഒരു ചെറിയ കുറ്റകൃത്യമാണ്. നമ്മളിവിടെ നിന്ന് ഇതൊരു ചെറിയ കുറ്റകൃത്യമല്ലേ എന്ന് പറയുമ്പോഴും അവിടെ അതൊക്കെ കർശനമായിട്ടുള്ള നിയമ സംവിധാനങ്ങളുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതൊന്നും ആർക്കും വേണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും അവരത് പൊളിച്ചെഴുതില്ല. കുറച്ചു കാലമായിട്ട് റിയാദിൽ നിന്ന് മാറി നിൽക്കുന്നതിനാൽ സ്പോൺസർ പരാതിപ്പെടുകയും ഒളിച്ചോടിയതായുള്ള ഹുറൂബ് കേസിൽ പെടുത്തുകയും ചെയ്തിട്ടുണ്ടോ എന്ന സംശയം റഹീമിനുണ്ടായിരുന്നു. സൗദി പാസ്പോർട്ട് വകുപ്പിന്റെ വെബ്സൈറ്റിൽ റഹീമിന്റെ പേരിൽ കേസുകളില്ലെന്ന് മനസ്സിലായി. 25 വർഷമായി പ്രവാസിയായ അബ്ദുൾ റഹീം 1.5 മാസം മുമ്പാണ് ദമാമിലെത്തിയത്. അതിനാൽ കുറെ കാലമായി സ്പോൺസറെ കാണുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇക്കാമയുടെ അതായത് ഈ താമസരേഖയുടെ കാലാവധി കഴിഞ്ഞിട്ട് 3 വർഷം പിന്നിട്ടിരുന്നു. 3 വർഷത്തെ ഇക്കാമ ഫീസും ലെവിയും പുതുക്കൽ വൈകിയതിനുള്ള പിഴയും അടക്കം ഏകദേശം 50,000 റിയാൽ അടച്ചാൽ മാത്രമേ നാട്ടിലേക്ക് യാത്രാനുമതി രേഖ ലഭിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇത്രയും വലിയ തുക കണ്ടെത്താൻ ഒരു മാർഗവും അബ്ദുൾ റഹീമിന് മുന്നിലുണ്ടായിരുന്നില്ല. കച്ചവടം തകർന്നത് മൂലമുള്ള വൻ സാമ്പത്തിക ബാധ്യതയും ഉണ്ടായിരുന്നു. ഇതറിഞ്ഞ പ്രവാസി ബിസിനസ്സുകാരൻ സിദ്ദിഖ് അഹമ്മദ് അടക്കമുള്ളവർ സഹായ വാഗ്ദാനവുമായി നാസ് വക്കത്തെ ബന്ധപ്പെട്ടിരുന്നു. പിന്നീട് സൗദി നാടുകടത്തൽ അതായത് ഈ തർഹീൽ അതാണ് അവിടെ പറയുന്ന പേര്, അവിടെയും അതുപോലെ പാസ്പോർട്ട് വിഭാഗം എന്നിവയുടെ തലവന്മാരെല്ലാം നേരിട്ട് കണ്ടിട്ടാണ് റഹീമിന്റെ വീട്ടിലുണ്ടായ ദുരന്തവും അവരെ നേരിട്ട് അറിയിച്ചു. ദയനീയാവസ്ഥയെല്ലാം തന്നെ ബോധ്യപ്പെടുത്തി സഹായിക്കാമെന്ന് അറിയിച്ചു. തുടർന്നാണ് രേഖകൾ ശരിയാക്കുന്നതിന്റെ ഭാഗമായി ദമാമിലെ തർഹീൽ കേന്ദ്രത്തിൽ അബ്ദുൾ റഹീമിനെ ഹാജരാക്കിയത്. സാധാരണയായി ഒരാൾ നാടുകടത്തൽ കേന്ദ്രത്തിലെത്തിയാൽ 3 ദിവസമെങ്കിലും കഴിഞ്ഞ് നടപടിക്രമങ്ങൾ തുടങ്ങും. പൂർത്തിയാക്കാൻ 7 ദിവസമെങ്കിലും എടുക്കും. എന്നാൽ റഹീമിന്റെ അവസ്ഥയറിഞ്ഞ അധികൃതർ 1 ദിവസം കൊണ്ട് നടപടികൾ പൂർത്തിയാക്കി. വളരെ വേഗത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയത്. ഏതായാലും പതുക്കെ അദ്ദേഹത്തിന്റെ മാനസിക നില അല്ലെങ്കിൽ ഈ സാഹചര്യം അദ്ദേഹം തരണം ചെയ്യട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം.